2 കൊല്ലത്തിന് ശേഷം അതേ റമദാൻ മാസം ബോത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാൻ പറ്റി. ഈ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കറക്റ്റ് ഇതേ മാസം റമദാൻ മാസം തന്നെ 2 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ തറാവിക്ക് പോയ സമയത്ത് എന്റെ കസിന്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഇവിടെ തന്നെ IME തന്നെ പഠിച്ചൊരു കുട്ടിയാ, റസിൻ എന്നാട്ട പേര്. അപ്പോ അവനോട് ചോദിച്ച സമയത്ത് ഇവരിങ്ങനെ ബോത്ത് ക്ലിയർ ചെയ്ത് ആർട്ടിക്കിൾഷിപ്പിന് ഇങ്ങനെ നോക്കാൻ ഇങ്ങനെ ആ ടൈമായി. ഞാനാണെങ്കിൽ ഫൗണ്ടേഷന് ഇങ്ങനെ ജസ്റ്റ് അഡ്മിഷൻ എടുത്ത് വെച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ച് ബോത്ത് ഗ്രൂപ്പ് പാസ്സായി ആർട്ടിക്കിൾഷിപ്പിന് ട്രൈ ചെയ്യുന്ന ഓന്റെ ആ ഒരു ഇത് നമുക്കെല്ലാം പറ്റുമോ. അൽഹംദുലില്ലാ 2 കൊല്ലത്തിന് ശേഷം അതേ റമദാൻ മാസം ബോത്ത് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാൻ പറ്റി. ഇതിൽ ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് എന്റെ ഉമ്മയാണ്. കാരണം രാവിലെ തന്നെ എണീച്ച്, അതായത് ഉമ്മ ഈ 4 മണിക്ക് തഹജ്ജുദിന് എണീക്കും. അതിനുശേഷം പിന്നെയും ഉറങ്ങി. ഞാൻ 6 മണിക്ക് എണീക്കാൻ പഠിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് ഉമ്മ ഉറങ്ങി പിന്നെയും എണീച്ച് പിന്നെയും എനിക്ക് വേണ്ടിയിട്ട് ചായയും മുട്ടയെല്ലാം ഉണ്ടാക്കിയിട്ട് ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിരുന്നു. ഉമ്മാനെ കാട്ടി എക്സൈറ്റ്മെന്റ് അതിന്റെ ഉപ്പാക്ക ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കും അടുത്ത ഏതാ ആർട്ടിക്കിളാ എവിടെയാ പോകുന്നത്. ഏറ്റവും താങ്ക്സ് പറയേണ്ട അവർക്ക് രണ്ടാക്കുക. പിന്നെ ഫാക്കൽറ്റീസ്, IIM. അതിനുശേഷം കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും താങ്ക്സ്. പക്ഷെ സ്പെഷ്യൽ താങ്ക്സ് ഫാത്തിമ KP, ഇപ്പൊ നേരത്തെ വന്ന ഫാത്തിമ KP. കാരണം ത്രൂ ഔട്ട് അതായത് ഇന്ററിന്റെ ജേർണിയിൽ അതിന് അത്രക്കും സപ്പോർട്ട് ചെയ്ത് കുറെ ഹെൽപ്പ് ചെയ്തിന്. അതായത് ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ എന്നോടുള്ള ഒരു ഡൗട്ട് വെച്ചാല് ഞാൻ ജസ്റ്റ് എന്താ ഡൗട്ട് ചോദിച്ചാൽ അത് ഡയറക്റ്റ് പറഞ്ഞോടൊക്കെ ഉള്ളൂ. പക്ഷെ ഫാത്തിമ KPനോട് ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാല് ഓള് ആ ബേസ് മുതൽ അത് ഓക്കും നമുക്കും സാറ്റിസ്ഫൈ ആവുന്ന പോലെ ഓള് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ഫ്രണ്ട്ഷിപ്പ് CA ഫൈനൽ പാസ്സായിട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.